ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. അതായത് മിഥുനം രാശിയിലേക്ക് മാറുന്ന ബുധന്റെ രാശി മാറ്റത്തെ പറ്റി പറയുന്നത്. ബുധൻ രാശി മാറുന്നത് മിഥുനക്കൂറിലേക്കാണ്. ജൂൺ 6-ാം തീയതിയാണ് ഇപ്പോൾ ഇടവൻ രാശി, അതായത് ബന്ധുക്ഷേത്രമായിട്ടുള്ള ശുക്രക്ഷേത്രമായിട്ടുള്ള ഇടവൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴം ജൂൺ 6-ാം തീയതിക്ക് ഏകദേശം വൈകുന്നേരത്തോടുകൂടി തന്നെ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതേത് രാശിക്കാർക്ക് ഗുണഫലമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും എന്നു നോക്കാം. ആദ്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഇടവക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനാണ്. ബുധന്റെ അനുഭവം കൊണ്ട് തന്നെ ഇവർക്ക് അല്ലെങ്കിൽ ബുധൻ രണ്ടാം ഭാവത്തിൽ അനുകൂല സ്ഥാനത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ആ വ്യാഴത്തിന്റെ കൂടെ ബുധനും കൂടി ചേരുന്ന സമയത്ത് കുറെ കൂടെ അനുഭവങ്ങൾ കൂടുവാനുള്ള സാധ്യത ഇവർ കാണുന്നുണ്ട്. ധനസംബന്ധമായിട്ടുള്ള പൂർണ്ണത കൈവരിക്കുവാനുള്ള സാധ്യത. പൂർണ്ണത എന്ന് വെച്ച് പറഞ്ഞാൽ ധനം കൊണ്ട് എന്തൊക്കെ വിനിയോഗം ചെയ്യാൻ പറ്റുമോ, എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള വിനിയോഗങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു കൂറുകാരാണ് ഇടവക്കൂറുകാർ. 11-ൽ ശനിയും 2-ൽ വ്യാഴവും അതിൽ തന്നെ 2-ൽ തന്നെ ബുധനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധനാധിപത്യത്തെയും കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വാക്കിൻ്റെ സ്ഫുടതയെയും വാക്കുകൊണ്ട് ജീവിക്കുന്ന ജീവനമാർഗങ്ങളുടെയും തൊഴിൽ മാർഗങ്ങളിലൂടെ ജീവിക്കുന്നവർക്കും വരുമാന മാർഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും എന്ന് തന്നെ പറയുന്നത്. അതുപോലെ തന്നെ ഇടവക്കൂറുകാർക്ക് ആഡംബരപരമായിട്ടുള്ള ഭവന നിർമ്മാണത്തിന് ഉത്തമപരമായിട്ടുള്ള സമയമാണ് ഈ സമയം അതെന്ന് പറയാം. അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസം, അതായത് പഠിപ്പ് കഴിഞ്ഞ് ഏകദേശം പ്രൊഫഷണൽ, അതായത് ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ സിവിൽ സംവിധാനം, അതായത് സിവിലിലേക്ക് എഴുതണം, സിവിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും സിവിൽ സംബന്ധമായിട്ടുള്ള എക്സാം സംബന്ധമായിട്ടുള്ള സിവിൽ സംബന്ധമായിട്ടുള്ള, അതായത് കലക്ടറാണ് ഉദ്ദേശിക്കുന്നത്, കലക്ടർ ആവാൻ ഉദ്ദേശിക്കുന്ന സിവിൽ സംബന്ധമായിട്ട്, അല്ലെങ്കിൽ കലക്ടർ ആവാനുള്ളത് IFS എന്നുള്ളത് പറയുന്നത്. IFS വിദ്യാസംബന്ധമായിട്ട് പഠിപ്പിനെ കുറിച്ചിട്ട് അത് ഏതും ആകട്ടെ, ഇപ്പോൾ IAS ആയാലും ശരി, IPS ആയാലും ശരി, IFS ആയാലും ശരി, അങ്ങനെയുള്ള സിവിൽ സംബന്ധമായിട്ടുള്ള സർവീസിലേക്ക് എക്സാം എഴുതുന്നതും അതുപോലെ തന്നെ അതിൽ നേരിട്ട് കഴിഞ്ഞാൽ വിദ്യാർത്ഥി സംബന്ധമായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ജോലി നിൽക്കുന്നവർക്കും അതിൽ പാസ്സായി വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇടവക്കൂറുകാർക്ക് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധിയും ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല വിദ്യാഭ്യാസ ഉണർവുണ്ടാവും. പുനർവിദ്യാഭ്യാസത്തിന് ചിലവർ വന്നിട്ട് നിർത്തിവെച്ചിരിക്കുന്ന വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ചെയ്യുവാൻ ആഗ്രഹിക്കും. ചിലവരെ ഡിഗ്രി കോഴ്സുകളെല്ലാം പകുതിക്ക് വെച്ച് നിർത്തിയവരെല്ലാം അത് പൂർണ്ണത കൈവരിക്കുവാനുള്ള ഒരു ബുദ്ധി പെട്ടെന്നുണ്ടാവും എന്ന് തന്നെ പറയുന്നത്. ആ ബുദ്ധി ഉണരുന്ന സമയമാണ് ശരിക്കുള്ള സമയം എന്ന് പറയുന്നത്. ആ ബുദ്ധി ഉണർവോടുകൂടി തന്നെ പ്രവേശിക്കുന്ന സമയത്ത്, ആ ഉണർവോടുകൂടി പ്രവേശിക്കുന്ന സമയത്ത് അതിൽ നിന്ന് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് കയറിപ്പോവും എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ വ്യാഴത്തിൻ്റെ അഭാവം രണ്ടാം ഭാവത്തിൽ ഏകദേശം കുറേ കാലം ഉള്ളത് കൊണ്ടുകാരം തന്നെ ബുധൻ കുറച്ച് കഴിഞ്ഞാൽ മാറും. അത് ബുധൻ ഏകദേശം 22-ാം തീയതി വരെ മിഥുന രാശിയിലുള്ളൂ, അത് കഴിഞ്ഞാൽ മാറും. പക്ഷേ വ്യാഴം അവിടെ നിൽക്കുന്നുണ്ട്. അത് കാരണം അവർക്ക് അത് പുനർവിദ്യാഭ്യാസത്തിനുള്ള ഇതുകൂടിയാണ് എന്ന് കാണുന്നത്. അതുപോലെ തന്നെ ഭവന നിർമ്മാണം വയ്ക്കുവാനുള്ള സംവിധാനം വളരെ കൂടുതലായിട്ട് തന്നെ കണ്ടുവരുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഇടവരാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അനുഭവം ഏറ്റവും കൂടുതൽ വന്നിട്ട് ബുധനെ കൊണ്ട് ഈ രാശി മാറ്റത്തിൽ ബുധനെ കൊണ്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് ഇടവക്കൂറുകാരനെ ചുരുക്കി പറയാം. ഇനി അടുത്തതായി നമുക്ക് നോക്കേണ്ടത് മീനം രാശിക്കാർക്കാണ്. അതായത് മീനം കൂറുകാർക്ക് 4-ാം ഭാവത്തിൽ ബുധൻ, 4-ൽ ബുധൻ നിൽക്കുന്നത് വളരെ ഉചിതപരമാണ്. മീനം രാശിക്കാർക്ക് 7 ശനി, കണ്ടകശനി, ജന്മശനി എന്നിവ നടന്നിരിക്കുകയാണെങ്കിലും 4-ാം സംബന്ധമായിട്ടുള്ള ദേഹ സംബന്ധമായിട്ടുള്ളതും അരിഷ്ട സംബന്ധമായിട്ടുള്ളതും അസുഖ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം കുറച്ച് അയവ് കിട്ടും, സുഖ സംവിധാനം കിട്ടും, സുഖം പ്രാപിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ കഴിക്കുന്ന മരുന്നുകൾക്ക് ശമനം കിട്ടും, ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ചികിത്സകൾക്കെല്ലാം ഭേദം കിട്ടും. അതുപോലെ തന്നെ ഭവന നിർമ്മാണം മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ഉത്സാഹം കൂടും. ഭവന നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഭവനം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം നടത്തുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയ ഭവനത്തിന് തുടക്കം കുറിക്കുവാനുള്ള സാധ്യതകളും മീനൻ രാശിക്കാർക്ക് കാണുന്നുണ്ട് എന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ അനുകൂല സ്ഥിതിയാണ് കാണുന്നത്. അത് വിട്ടുകഴിഞ്ഞാൽ മീനക്കൂറ് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള കൂറ് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് മകരക്കൂറുകാർക്കാണ്. മകരക്കൂറുകാർക്ക് ഏകദേശം പറയുകയാണെങ്കിൽ 6-ാം ഭാവത്തിൽ ബുധൻ അനുകൂല സ്ഥാനമാണ്.
ബുധൻ 6-ാം ഭാവത്തിൽ അനുകൂല സ്ഥാനത്ത് സുക്ഷേത്രം നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ ആ 6-ാം ഭാവത്തിൽ സൂര്യനും കൂടി നിൽക്കുന്നത്, അതായത് സൂര്യൻ എന്ന് വെച്ച് പറഞ്ഞാൽ അതായത് ഗവൺമെൻറ് കാരകത്വമുള്ള സൂര്യനും വിദ്യാസമ്പന്നമായിട്ടുള്ള കാരകനായിട്ടുള്ള ബുധനും കൂടി നിൽക്കുന്ന സമയത്ത് വിദ്യാസമ്പന്നമായിട്ട് അധ്യാപക സംബന്ധമായിട്ടുള്ള ഇതും അതുപോലെ തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എക്സാം PSC അങ്ങനെയുള്ള ലിസ്റ്റിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം ജോലി കിട്ടുവാൻ, എല്ലാവർക്കും എന്നല്ല ഏകദേശം ആൾക്കാർക്കെല്ലാം ജോലി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അത് ജാതകത്തിൽ ഉന്നതപരമായിട്ടുള്ള ദശാകാലങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് ശനിയുടെ ഉപദ്രവം ഇല്ല എന്നാണ്. വ്യാഴത്തിൻ്റെ അഭാവമുണ്ട്. ആ വ്യാഴത്തിനുള്ള പരിഹാരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മാതിരി മഹാവിഷ്ണുവെങ്കിൽ പരിഹാരം നടത്തുകയാണെങ്കിൽ അതിൻ്റെ ദോഷം മാറിക്കിട്ടി ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗമെല്ലാം കിട്ടുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് ചുരുക്കി പറയുന്നത്. അപ്പോൾ മകരക്കൂറുകാർക്കും ഈ മിഥുനം രാശിയിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ ഉപകാരങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത്. കാരണം 6-ാം ഭാവം അനുകൂല ഭാവം തന്നെയാണ് ബുധന് ഉള്ളത്. അതുകാരണം തന്നെ 6-ാം ഭാവത്തിൻ്റെ സംബന്ധമായിട്ട് രോഗത്തിന് ശമനം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ കടവർദ്ധനം ഉണ്ടെങ്കിൽ കടത്തിന് സ്വൈര്യത കുറയും, കടബാധയിൽ നിന്ന് സ്വൈര്യത കുറയാതെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടും, അനാരോഗ്യ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. ശത്രു സംബന്ധമായിട്ടുള്ള ആളുകളുമായി തർക്കപക്ഷത്തിൽ ഏർപ്പെടുന്നെങ്കിൽ അതെല്ലാം വിട്ടുപോകാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വൃശ്ചിക രാശിക്കാർക്കാണ്. വൃശ്ചിക രാശിക്കാർക്ക് 8-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് സുഭിക്ഷമാണ്. അതും സ്വക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്ന വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ തന്നെ ഞാനിപ്പോൾ വൃശ്ചിക കൂറ് എന്ന് തന്നെ പറയാം. ഓരോ രാശികളുടെ നക്ഷത്ര വിവരം ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. നക്ഷത്ര വിവരം ഞാൻ പറയാം. ഇടവക്കൂറിലാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇടവക്കൂറിൽ കാർത്തികയുടെ അവസാനത്തെ 3/4 ഭാവവും രോഹിണിയും മകീരത്തിൻ്റെ പകുതിയും ചേരുന്ന ഇടവക്കൂറ്. അതുപോലെ തന്നെ രണ്ടാമതായി പറഞ്ഞത് മീനക്കൂർക്ക് പുരോട്ടാതിയുടെ അവസാനത്തെ 1/4 ഭാവവും ഉത്രട്ടാതി രേവതിയും കൂടി ചേരുന്ന മീനക്കൂറ്. മകരക്കൂറ് എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3/4 ഭാവവും തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതിയും കൂടി ചേരുന്ന കൂറാണ് മകരക്കൂറ്. അവർക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നിരിക്കുന്ന ഈ കൂറുകാർക്ക് പറഞ്ഞിരിക്കുന്നത്. അത് വിട്ട് കഴിഞ്ഞാൽ വൃശ്ചിക രാശിക്കാർക്ക് വിശാഖത്തിൻ്റെ അവസാനത്തെ 1/4 ഭാവവും അനിഴവും തൃക്കേട്ടയും കൂടി ചേരുന്ന വൃശ്ചിക കൂറുകാർക്ക് 8-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് അവിടെ സൂര്യനും വ്യാഴവും നിൽക്കുന്ന ദോഷം തന്നെയാണ്. പക്ഷേ 8-ൽ ബുധൻ സ്വക്ഷേത്രം നിൽക്കുന്ന കാരണം കൊണ്ട് അവിടെ ഉചിതപരമായിട്ടുള്ള നീക്കുപോക്കുള്ള വൻകിട നാശനഷ്ടങ്ങളെല്ലാം വരുവാനുള്ളതിനെയൊക്കെ പിടിച്ചു നിർത്താനുള്ള ശക്തി ബുധനുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സന്താനങ്ങൾക്കെല്ലാം എന്തെങ്കിലും ആപത്തുകളോ മറ്റുള്ളതൊക്കെ വീഴ്ചകളോ വല്ല ആക്സിഡൻറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആപത്തുകൾ വരാൻ നിൽക്കുന്ന നമ്മുടെ അജ്ഞാതമാണ്. ഇത് പറയുന്നത് അജ്ഞാതമാണ്, സംഭവിക്കണമെന്നില്ല. പക്ഷെ അതിന് രക്ഷപ്പെടുന്ന പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ആപത്തും ഉണ്ടായിട്ട് രക്ഷപ്പെടുന്നില്ല. ചിലപ്പോൾ ഉണ്ടാവേണ്ടതുണ്ടാവും, പക്ഷെ അതിൽ നിന്നും കാഠിന്യം കുറഞ്ഞു വരും എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ളൊരു സംവിധാനങ്ങൾ ഉണ്ടായി വരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നമായിട്ടുള്ളവർക്കല്ല, ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കല്ല അതിൽ നിന്ന് മോചനം കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. ആരോഗ്യ പ്രശ്നം പറഞ്ഞാൽ ശാരീരികപരമായിട്ട് വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള അവർക്കെല്ലാം ആശ്വാസങ്ങൾ കിട്ടും എന്ന് തന്നെ പറയാം. അത് കാരണം കൊണ്ട് വൃശ്ചിക കൂറുകാർക്ക് 8-ാം ഭാവത്തിലുള്ള ബുധനെ കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ പറയുന്നത്. അതുപോലെ തന്നെയാണ് അത് വിട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ 10-ാം ഭാവമാണ് അനുകൂല സ്ഥാനം. 10-ാം ഭാവം എന്ന് വെച്ച് പറയുമ്പോൾ കന്നിക്കൂറ് തന്നെ, അതായത് കന്നിക്കൂറ് എന്ന് പറയുമ്പോൾ ബുധൻ്റെ ക്ഷേത്രം തന്നെയാണ് കന്നിക്കൂറ്. ബുധൻ്റെ ക്ഷേത്രമായിട്ടുള്ള കന്നിക്കൂറുകാർക്ക് തന്നെ 10-ാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ, അതായത് വ്യാഴത്തിൻ്റെ അല്ല ബുധൻ്റെ സ്വക്ഷേത്ര ബലവാനായിട്ടുള്ളത് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത്. അതായത് 10-ാം ഭാവമായിട്ടുള്ള ക്ഷേത്രമാണ് ബുധക്ഷേത്രം. ബുധക്ഷേത്രം 10-ാം ഭാവമായിട്ട് നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ അവിടെ 10-ാം ഭാവത്തിൽ നല്ല ബലമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 10-ാം ഭാവത്തിന് എന്താ പറഞ്ഞിരിക്കുന്നത്? 10-ാം ഭാവം തൊഴിലാണ് പറഞ്ഞിരിക്കുന്നത്. തൊഴിൽ സംബന്ധമായിട്ടുള്ള അവരവർ ചെയ്യുന്ന കർമ്മം സംബന്ധമായിട്ടുള്ള എന്ത് കർമ്മമായിക്കോട്ടെ, കർമ്മം എന്ന് പറയുന്നത് കൊണ്ട് തൊഴിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവനവൻ ചെയ്യുന്ന പ്രവൃത്തി എന്തുമായിക്കോട്ടെ അതിന് ഉപകാരം ഉണ്ടാവും, ഉചിതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും, ഉദ്യോഗ കയറ്റങ്ങളുണ്ടാവും, ഉദ്യോഗപരമായിട്ടുണ്ടാവും. അവിടെ സൂര്യനും കൂടി ഗവൺമെൻറ്റുകാരനായ സൂര്യനും കൂടി നിൽക്കുന്ന കാര്യം വിദ്യാകാരകനും ഗവൺമെൻറ് കാര്യങ്ങളും കൂടി ഒരുമിച്ച് നിപുണ യോഗത്തോട് നിൽക്കുന്ന സമയത്ത് എന്ന് വെച്ച് പറഞ്ഞാൽ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള വിദ്യാസമ്പന്നമായിട്ട് അധ്യാപക ജോലിയെല്ലാം മിക്ക ആൾക്കാർക്കും കിട്ടുവാൻ അർഹതപ്പെട്ട 100-ൽ അല്ല 1000-ൽ ഒരു 20 പേർക്കെങ്കിലും വിദ്യാസമ്പന്നമായിട്ടുള്ള ജോലി കിട്ടുവാനുള്ള സാധ്യത നമ്മുടെ കേരളത്തിൽ എടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ 1000-ൽ 20% പറയുമ്പോൾ 1,00,000-ൽ ഒരു 20,000 ആൾക്കാർക്കെങ്കിലും ജോലി കിട്ടുവാനുള്ള
സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഇത് 200 പേർക്കെങ്കിലും ജോലി കിട്ടുവാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രത്തോളം മാർക്ക് കിട്ടി ലിസ്റ്റിൽ വന്നിരിക്കുന്നവർക്ക് കിട്ടാനുള്ളത്. കാരണം ലക്ഷങ്ങൾ കൊടുത്ത് കയറുന്ന വിദ്യാഭ്യാസ സംബന്ധമായ അധ്യാപക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ജോലി കിട്ടുവാൻ ഭാഗ്യം കൂടി വേണമെന്ന് പറയുന്നത്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ശുക്രൻ ശേഷത്തിൽ ബലവാനെ നിൽക്കുന്നത്. കന്നി രാശിക്കാർക്ക് ശുക്രൻ ശേഷത്തിൽ ബലവാനെ നിൽക്കുന്ന ഭാഗ്യം കുറവില്ല, ഭാഗ്യം നല്ലപോലെ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തൊഴിൽ പുരോഗമനമുണ്ട്. പുതിയ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുവാൻ പറ്റും. ഇപ്പോഴുള്ള തൊഴിലിൽ നല്ല വർധനവുണ്ടാവും, ലാഭ വരുമാനം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. ലാഭസ്ഥാനാധിപനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വയുടെ ദൃഷ്ടി ശുക്ര ദൃഷ്ടി പതിക്കുന്ന കാരണം കൊണ്ട് തന്നെ ലാഭസ്ഥാനാധിപനായിട്ടുള്ള ഭാഗ്യാധിപൻ്റെ ദൃഷ്ടി ലാഭസ്ഥാനത്തിലേക്ക് പതിക്കുന്ന കാരണം ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട് കന്നിക്കൂറുകാർക്ക്. അതുപോലെ തന്നെയാണ് വിദ്യാസമ്പന്നമായിട്ടുള്ള പഠിപ്പുള്ളവർക്കും വിദേശ സംബന്ധമായിട്ട് ജോലി എടുക്കുന്നവർക്കും വിദേശ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾക്ക് ജോലിയും വിദ്യയും കൂടി വേണമെന്ന് വിദേശത്തേക്ക് പോകുന്നവർക്കും ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ ഈ ബുധൻ്റെ രാശി മാറ്റം കൊണ്ട്, അല്ലെങ്കിൽ മിഥുനൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബുധൻ്റെ ബലം കൊണ്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അടുത്തതായി പറയാനുള്ളത് ചിങ്ങക്കൂറുകാർക്ക് 11 അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ സർവാഭീഷ്ടകാമ ജ്യേഷ്ഠപാദം സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു ഭാവമായിട്ടാണ് പറയുന്നത്. അതിൽ സൂര്യനും കൂടി നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ് ജോലിക്ക് അർഹതപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും കിട്ടുന്നത് യാതൊരുവിധ സംശയമില്ല. ഗവൺമെൻറ് ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് സ്ഥാനമാന കയറ്റങ്ങളും ബഹുമതികളും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ പ്രശസ്തികളും എല്ലാം കിട്ടുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസ നിലയിലേക്ക് ഉയർന്നു പോകാനും ഉയർന്ന മാർക്കോടുകൂടി പാസ്സാകാനും സ്കോളർഷിപ്പ് കിട്ടുവാനുള്ള സാധ്യതകളും അതും വിദേശ സംബന്ധമായിട്ട് സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യതകളും എല്ലാം വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ചിങ്ങക്കൂറുകാർക്ക് എന്ന് പറയുമ്പോൾ ചിങ്ങത്തിൻ്റെ കന്നിക്കൂറിൻ്റെ കാര്യമല്ല, കന്നിക്കൂറ് എന്ന് പറയുമ്പോൾ തന്നെ കന്നിക്കൂറിൻ്റെ ഇത് പറയുമ്പോൾ ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിരയുടെ പകുതിയും കൂടി ചെയ്താണ് കന്നിക്കൂറ്. ചിങ്ങക്കൂറ് പറയുമ്പോൾ മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം കൂടി ചേർന്നാണ് ചിങ്ങക്കൂറിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ചിങ്ങക്കൂറുകാർക്ക് വളരെ ഉചിതകരമായിട്ടുള്ള ഇതാണ് കാണുന്നത്. അതുപോലെ തന്നെ വരുമാന വർധനവ് നല്ലപോലെ ഉണ്ടാവും. അതുപോലെ തന്നെ ഭവന നിർമ്മാണം, വാഹന സംബന്ധമായിട്ടുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യകടാക്ഷങ്ങൾ കാണുന്നുണ്ട്. ഭാഗ്യാധിപനായിട്ടുള്ള ഗ്രഹം തന്നെയാണ് ജന്മത്തിൽ നിൽക്കുന്നത്. അത് കാരണം ഭാഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബുധൻ്റെ രാശി മാറ്റം കൊണ്ട് ഇങ്ങനെയുള്ള രാശിക്കാർക്കെല്ലാം ഗുണഫലമായിട്ട് വരുന്നതാണ് എന്നാണ് പറയുന്നത്. നമസ്കാരം.